Glory to Jesus. Hallelujah. In the name of Jesus. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു ഭാഗമാണ്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 13 മുതലുള്ള വാക്യം. എന്നാൽ മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. ഒരുവൻ്റെ മരണം മറ്റൊരുവൻ്റെ അനുഗ്രഹമായി തീർന്നിട്ടുണ്ടെങ്കിൽ, ഒരുവൻ്റെ യാഗം മറ്റൊരുവന് പ്രസാദമായി തീർന്നിട്ടുണ്ടെങ്കിൽ, ഒരുവൻ്റെ മരണം മറ്റുള്ളവന് ജീവൻ കാരണമായി തീർന്നിട്ടുണ്ടെങ്കിൽ, അത് കർത്താവായ യേശുക്രിസ്തു എന്ന ഏകൻ്റെ മരണത്താലാണ്. ചരിത്രം രണ്ടായി വഴിമാറിയ ഒരു മരണമാണ് യേശു കർത്താവിൻ്റെ മരണവും അതുപോലെ പുനരുത്ഥാനവും. ഗലാത്യർക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ ജാതികൾക്ക് വരാനുള്ള കാരണം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണം മുഖേനയാണെന്ന് പറയുമ്പോൾ, അത് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം പ്രാപിക്കാൻ വേണ്ടി തന്നെയാണ് എന്ന് പൗലോസ് ഗലാത്യർക്ക് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നത് ഇവിടെ വളരെ ശ്രദ്ധേയമായി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ വളരെ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. യേശുക്രിസ്തുവിൻ്റെ മരണം ഞാൻ എന്ന വ്യക്തി ആത്മാവ് പ്രാപിക്കാനാണ് എന്ന് പൗലോസ് പ്രാപിപ്പാൻ തന്നെ എന്ന് എഴുതിയിരിക്കുമ്പോൾ, യേശുക്രിസ്തുവിൻ്റെ മരണം അതേ ആത്മാവ് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആത്മാവ് പ്രാപിപ്പാൻ തന്നെ എന്ന് ഉറപ്പിച്ച് എഴുതിയിരിക്കുമ്പോൾ, ഞാനും നിങ്ങളും ആത്മാവ് പ്രാപിക്കേണ്ടതിൻ്റെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് പ്രാപിക്കേണ്ടതിൻ്റെ ആവശ്യകത എത്ര വലുതാണെന്നും, മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഞാനും നിങ്ങളും ആത്മാവ് പ്രാപിച്ചത് എത്ര വലിയൊരു കാര്യമാണെന്നും, ഞാനും നിങ്ങളും പ്രാപിച്ച ആത്മാവ് എത്ര വലിയ വിഷയമാണ് എന്നും നാം ഓരോരുത്തരും ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുകയാണെങ്കിൽ, എനിക്കൊരു കാര്യം ഇതിനകത്തൊന്ന് വേർതിരിച്ചു പറയാൻ പറ്റും. ഇവിടെ വാഗ്ദത്ത വിഷയം എന്ന് പറയുന്ന വിഷയത്തേക്കാൾ വലിയൊരു വിഷയം എനിക്കോ നിങ്ങൾക്കോ ഈ വചനത്തിൻ്റെ മുകളിൽ എടുത്തു വെക്കാൻ കഴിയുകയില്ല എന്നുള്ളത് കൊണ്ട്, ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം അല്ലെങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും വലിയ വിഷയം അവൻ്റെ കടത്തിൻ്റെ വിഷയമല്ല, ജോലിയുടെ വിഷയമല്ല, വിവാഹ വിഷയമല്ല, രോഗവിഷയമല്ല. അതിനെയൊക്കെ ജയിപ്പാൻ തക്കവണ്ണം യേശുക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനത്തിലൂടെ എൻ്റെ മേൽ പകരപ്പെട്ട ദൈവത്തിൻ്റെ ആത്മാവെന്ന വാഗ്ദത്ത വിഷയം തന്നെയാണ് എന്ന് പറയുന്നത് കൊണ്ട്, ഇന്ന് ഈ മെസ്സേജ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾ എത്ര വലിയ വിഷയമുണ്ട് എന്ന് പറഞ്ഞാലും എനിക്ക് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ വലിയ വിഷയത്തെ ഒന്ന് ഈ വാഗ്ദത്ത വിഷയത്തിൻ്റെ കീഴിലേക്കൊന്ന് വെക്കേണ്ടതായിട്ട് വരും. ഒന്നുകൂടെ ഞാൻ ലളിതമായി പറയാം. നിങ്ങൾ എത്ര വലിയ വിഷയമുണ്ട് പാസ്റ്റർ, ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് നിങ്ങൾ പറയാൻ ആഗ്രഹിച്ചാലും, നിങ്ങൾ ആ വലിയ വിഷയമെന്ന് പറയുന്ന വിഷയത്തെ ഈ ആത്മാവ് എന്ന വാഗ്ദത്ത വിഷയത്തിന്റെ കീഴിലോട്ടൊന്ന് കൊണ്ടുവന്നാൽ മാത്രമേ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ച് നിങ്ങളുടെ കാൽ കീഴിൽ ഈ വിഷയത്തെ എങ്ങനെ അമർച്ച ചെയ്യാം എന്നൊന്ന് പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ഒന്നും കൂടെ ഞാൻ ലളിതമായി പറഞ്ഞാൽ, പ്രിയപ്പെട്ട സുഹൃത്തിന്റെ മേൽ പകർന്നിരിക്കുന്ന, പ്രിയപ്പെട്ട മാതാവിന്റെ മേൽ, പ്രിയപ്പെട്ട സഹോദരിയുടെ മേൽ, കർത്തൃദാസന്റെ മേൽ, കർത്തൃദാസിയുടെ മേൽ പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് എന്ന വാഗ്ദത്ത വിഷയത്തിന് കീഴടങ്ങാത്ത ഒരു വിഷയവും നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞു
പറഞ്ഞു വരുന്നതിൻ്റെ സാരം. കാരണം യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ടവനായി ഇന്നും ക്രൂശിൽ കിടക്കുന്നവനല്ല. യേശു കർത്താവിനെ അടക്കം ചെയ്തവനായി ഇന്നും കല്ലറയ്ക്കകത്ത് തുടരുന്നവനല്ല. അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത് കൊണ്ട് ആത്മാവ് എന്ന വാഗ്ദത്ത വിഷയം പിതാവിനോട് വാങ്ങി ആ വിഷയത്തെ എൻ്റെ മേൽ പകർന്നു തന്നിരിക്കുന്നത് കൊണ്ട് എൻ്റെ കീഴിൽ സകല വിഷയങ്ങളും കീഴടങ്ങുമെന്നത്രേ ഞാൻ ആത്മാവിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആമേൻ. ഇന്ന് നിങ്ങൾ ഈ ആത്മാവിന്റെ വാഗ്ദത്ത വിഷയം പ്രാപിച്ച് നിങ്ങൾ ദൈവസന്നിധിയിൽ ആത്മാവിൽ ആരാധിച്ചു കൊണ്ടിരിക്കുന്നവരാകുന്നത് കൊണ്ടും നിങ്ങൾ ആത്മാവിൽ ആരാധിക്കുന്നവരാകുന്നത് കൊണ്ടും നിങ്ങൾ ആത്മാവിൽ ആരാധിക്കാൻ കൊതിക്കുന്നവരാകുന്നത് കൊണ്ടും ഞാൻ ഈ ദൂത് നിങ്ങളിലേക്ക് ഇടുകയാണ്. നിന്റെ ആത്മാവെന്ന വാഗ്ദത്ത വിഷയം എത്രയധികം നിന്റെ ഉള്ളത്തിൽ വർദ്ധിക്കുന്നോ ആ വർദ്ധിക്കുന്ന വിഷയത്തിന്റെ കീഴിൽ തീരാവുന്ന വിഷയങ്ങളെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉള്ളൂ. കാരണം യെശയ്യാവ് ഈ ദൂത് മനസ്സിലാക്കി. യെശയ്യാവ് ഈ ഒരു രഹസ്യം മനസ്സിലാക്കി. അതുകൊണ്ട് യെശയ്യാവ് പറയുന്നത് എന്താണെന്നറിയാമോ? യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 32-ാമത്തെ അധ്യായം അതിന്റെ 15-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു: ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും, ഉദ്യാനം വനമായി എണ്ണപ്പെടും. എന്നെ കേൾക്കുന്ന മാന്യ സുഹൃത്തേ, നമ്മൾ ഈ അബ്രഹാമിന്റെ അനുഗ്രഹം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ പെട്ടെന്ന് ഭയങ്കരമായി മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ബ്ലെസ്സിങ്സിലേക്കൊക്കെ ഒരുപക്ഷെ നമ്മുടെ ചിന്തകൾ തിരിയാൻ സാധ്യതയുണ്ട്. കാരണം ഈ വചനത്തെ അങ്ങനെ ഒരു തലത്തിലേക്ക് ആരൊക്കെയോ മനുഷ്യനോ മനുഷ്യബുദ്ധിയോ മനുഷ്യ ചിന്തയോ ഒക്കെ അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് അങ്ങനെ ഒരു രീതിയിൽ അതിനെ ഡ്രോ ചെയ്ത് വെച്ചിരിക്കുകയാണ്, അതിനെ ഡെപ്പിക്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നാൽ ഇവിടെ അബ്രഹാമിന്റെ അനുഗ്രഹം എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി അത് നമുക്ക് എല്ലാ തരത്തിലും ഈ ഭൂമിയിൽ ആവശ്യമുള്ള എല്ലാ നന്മകളും പ്രൊവൈഡ് ചെയ്യുന്ന അനുഗ്രഹം തന്നെയാണ്. എനിക്കും ആ ആശയത്തോട് ഒരു വിയോജിപ്പുമില്ല. എന്നാൽ ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിൽ പലരും മനസ്സിലാക്കാതെ പോകുന്ന സെൻസിറ്റീവായിട്ടുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്ത വിഷയം തന്നെയാണ് ഇവിടുത്തെ വലിയ കാര്യം. അതുകൊണ്ടാണ് യെശയ്യാവ് പറഞ്ഞത് ഉയരത്തിൽ നിന്ന് ആത്മാവിനെ. എന്നെ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ, ഒരു മനുഷ്യന്റെ മേൽ നിന്ന് മറ്റൊരു മനുഷ്യന്റെ മേലെന്നല്ല, ഉയരത്തിൽ നിന്ന് സാക്ഷാലാകുന്നവനിങ്കൽ നിന്ന് നമ്മുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവിനെ പ്രാപിക്കുവോളം തന്നെ എന്ന് പറയുമ്പോൾ അവിടെ ചില മാറ്റങ്ങളെ കുറിച്ച് കർത്താവിന്റെ അഭിഷിക്തൻ പറഞ്ഞു വെക്കുന്നു. എന്താണത്? ആമേൻ. ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ, ഇന്ന് ഈ മെസ്സേജ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മേൽ, നിങ്ങളുടെ കൂടെ ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരുടെ മേൽ ഈ ആത്മാവിനെ പകരുവോളം തന്നെ എന്ത് സംഭവിക്കുമെന്നാ പറയുന്നത്? പകർന്നതിന് ശേഷം അപ്പോൾ മരുഭൂമി. ഇന്ന് മരുഭൂമിയുടെ അനുഭവത്തിൽ തുടരുന്നവർ എന്നെ ഒന്ന് കേൾക്കാതെ പോകരുത്. ഇന്ന് മരുഭൂമിയുടെ അനുഭവത്തിൽ ജീവിക്കുന്നവർ ഈ സന്ദേശത്തിന് ആമേൻ പറയാതിരിക്കരുത്. പകരുവോളം തന്നെ. എന്താ അത്? ഒരാത്മാവ് നിന്റെ മേൽ വരുവോളം തന്നെ ഈ മരുഭൂമി, ഒരാത്മാഭിഷേകം ഉയരത്തിൽ നിന്ന് വരുവോളം തന്നെ ഈ മരുഭൂമി. ആമേൻ. ഉയരത്തിൽ നിന്നൊരു ശക്തി നിന്നെ സന്ദർശിക്കുവോളം തന്നെ ഈ മരുഭൂമി. ആ ശക്തി നിന്നെ സന്ദർശിച്ചു കഴിഞ്ഞാൽ അടുത്ത വാക്യം ഇവിടെ എഴുതിയിരിക്കുന്നു: അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും. ഉദ്യാനത്തെ നോക്കിയിട്ട് ആഹാ നല്ല മരുഭൂമി ആയിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞ ഒരു ചരിത്രം കാണത്തില്ല. 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞാണെങ്കിലും 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞാണെങ്കിലും നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ല ഉദ്യാനം കണ്ടിട്ട് ആഹാ എന്ത് നല്ല മരുഭൂമി, എന്ത് നല്ല മണൽത്തരികൾ, എന്തൊരു ചുട്ടുപൊള്ളുന്ന വെയിൽ. നോ, ഉദ്യാനം കണ്ട് ഏത് കൊച്ചു കുഞ്ഞും ചിരിക്കും. സംസാരിക്കാൻ കഴിയാത്ത കുഞ്ഞും പൂക്കളെ കണ്ടാൽ ചിരിക്കും. യേശുവിന്റെ നാമത്തിൽ അങ്ങനെയാണെങ്കിൽ ഒരു ഉദ്യാനത്തെ കണ്ടിട്ട് മരുഭൂമി എന്നൊരു പേർ പറഞ്ഞ് ആരും വിളിക്കാത്തതുപോലെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ക്രിയ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മരുഭൂമി എന്ന പഴയ ഒരു അനുഭവത്തിലേക്ക് ആർക്കും തിരിഞ്ഞു പോകേണ്ടി വരികയില്ല. യേശുവിന്റെ നാമത്തിൽ അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും, ഉദ്യാനം വനമായി തീരും, ഉദ്യാനം വനമായി തീരും, ഉദ്യാനം വനമായി തീരും. വനമെന്ന് കേൾക്കുമ്പോൾ ഭയം തോന്നുന്നുണ്ടായിരിക്കും. പക്ഷേ വനത്തിനകത്ത് വിലമതിക്കാനാകാത്ത തടികളുണ്ട്. വനം കേട്ടാൽ കടിച്ചു കീറുന്ന മൃഗങ്ങളും പേടിപ്പിക്കുന്ന നിശബ്ദതയുമായിരിക്കും ഒരുപക്ഷെ സാധാരണ ഒരു മനുഷ്യന്റെ
ചിന്തയിലേക്ക് വരുന്നത് എങ്കിൽ ഞാൻ ആത്മാവിൽ അതിനെ ഒന്ന് കണ്ടോട്ടെ. വനത്തിനകത്ത് വളരെ സുന്ദരമാകുന്ന ചെറുപുഴകൾ ഒഴുകുന്നത് പോയാൽ കാണാനായിട്ട് സാധിക്കും. വനത്തിനകത്ത് ആർക്കും തൊട്ടുകൂടാത്ത, ഗവൺമെന്റിന്റെ അണ്ടറിൽ മാത്രമുള്ള, ഫോറസ്റ്റിന്റെ കൺട്രോളിൽ മാത്രമുള്ള, അവർക്ക് മാത്രം വ്യാപാരം ചെയ്യാൻ കഴിയുന്ന ചില വൻമരങ്ങൾ അതിനകത്ത് നട്ടുപിടിപ്പിച്ചിരിക്കുന്നതും വളരുന്നതും കാണാൻ കഴിയും. അവിടെ ചെന്ന് അനുവാദമില്ലാതെ അതിനകത്ത് കടന്നാലോ, അനുവാദമില്ലാതെ ആരെങ്കിലും അതിന്മേൽ കൈവച്ചാലോ അവൻ പിന്നെ പുറം ലോകം കാണുകയില്ല. കാരണം ഗവൺമെന്റിന്റെ കൺട്രോളിൽ, നിയമത്തിന്റെ സകല സംവിധാനങ്ങൾക്കകത്തും പരിരക്ഷയ്ക്കകത്തും വളരുന്ന ചില വൻമരങ്ങൾ ഉണ്ട് സുഹൃത്തേ, വൻമരങ്ങൾ ഉണ്ട് സുഹൃത്തേ. അവൻ അതിന്റെ വില മനുഷ്യൻ എണ്ണാൻ പറ്റാത്തതും മനുഷ്യൻ ഇടാൻ പറ്റാത്തതുമാകുന്ന വൻമരങ്ങൾ വനത്തിനകത്ത് പോയാൽ കാണാൻ കഴിയും. തീർന്നില്ല, ഇന്നും ആയുർവേദത്തിനകത്ത് ചതച്ച് ചേർക്കുന്ന, അരച്ചു ചേർക്കുന്ന പല മൂല്യമുള്ള ഔഷധ ഗുണമുള്ള സസ്യങ്ങളും പറിക്കുന്നത് വനത്തിനകത്ത് നിന്നാണ്. ചുരുക്കി പറഞ്ഞാൽ ദൈവം ഒന്ന് നിന്നെ തൊട്ടാലുണ്ടല്ലോ, നീ അനേകർക്ക് സൗഖ്യദായകനായി തീരുമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. യേശുവിന്റെ നാമത്തിൽ. തീർന്നില്ല, പിന്നെയും ഒത്തിരി ഒത്തിരി വിലപിടിപ്പുള്ള സംഗതികൾ മുഴുവനും മറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ അതൊക്കെ ഇരിക്കുന്നത് വനത്തിനകത്താണ്. സമയം പോരാത്തോണ്ട് എനിക്കെല്ലാം അങ്ങോട്ട് വിശദീകരിക്കാൻ പോരാ. ചുരുക്കി അങ്ങോട്ട് പറയാം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ വന്നു കഴിഞ്ഞാൽ നീ ദൈവത്തിന്റെ പരിരക്ഷയ്ക്കകത്തായിരിക്കും ജീവിക്കുന്നേ. ഹല്ലേലൂയ. നിങ്ങൾക്ക് പലർക്കും ഇൻഷുറൻസ് ഉണ്ടാകാം, നിങ്ങൾ പലരും അതിന് പ്രീമിയം അടയ്ക്കുന്നുണ്ടാകാം. പക്ഷേ ദൈവത്തിന്റെ അഭിഷേകം അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ്, അബ്രഹാമിന്റെ അനുഗ്രഹം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്ത വിഷയം ഒരു മനുഷ്യന്റെ മേൽ വന്നു കഴിഞ്ഞാൽ ആമേൻ ഇൻഷുറൻസ് എടുക്കരുതെന്നൊന്നും ഞാൻ പറയത്തില്ല. അതൊക്കെ അവനവന്റെ ആവശ്യമാണ്, അതൊക്കെ ആവശ്യം തന്നെയാണ്. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അതൊക്കെ അത്യാവശ്യം തന്നെയാണ്. പക്ഷേ ഞാൻ ആത്മീയമായി സംസാരിക്കുന്നു. യേശുവിൻ നാമത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഒരു മനുഷ്യന്റെ മേൽ വന്നു കഴിഞ്ഞാൽ അവൻ ജീവിക്കുന്നത് ഇൻഷുറൻസിന്റെ പരിരക്ഷയിലല്ല, അവൻ ജീവിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവിന്റെ പരിരക്ഷയ്ക്കകത്താണ്. ഒരുവന്റെ ജീവിതത്തിന്മേൽ കർത്താവ് ഒരു കരുണ ചൊരിഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ഉദ്യാനം വനമായി തീരുമെന്ന് യെശയ്യാവ് പറഞ്ഞതുപോലെ, ആമേൻ, അനുവാദമില്ലാതെ ഗവൺമെന്റിന്റെ ഫോറസ്റ്റിന്റെ കൺട്രോളിൽ നിൽക്കുന്ന ഒരു മരത്തിന്മേൽ ഒരു മനുഷ്യൻ വിരൽ കൊണ്ട് തൊട്ടാൽ പോലും അതിന് അവൻ വില കൊടുക്കേണ്ടതായി വരുമെന്ന് പറയുന്നത് പോലെ, ദൈവത്തിന്റെ പരിരക്ഷയ്ക്കകത്ത് ജീവിക്കുന്ന ഞാനും എൻ്റെ കുടുംബവും, അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ കുടുംബവും, അനുവാദമില്ലാതെ ഒരു മനുഷ്യന് കാലുകുത്താൻ പോലും കഴിയാത്ത തരത്തിൽ ദൈവം അഗ്നി കൊണ്ട് വേലി കെട്ടിയിരിക്കുന്നു എന്ന് അബ്രഹാമിന്റെ അനുഗ്രഹത്തിൽ ജീവിക്കുന്ന, പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്ത വിഷയത്തിൽ ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം. ഗവൺമെന്റിന്റെ നിയമത്തിനകത്താണ് മരങ്ങൾ ജീവിക്കുന്നതെങ്കിൽ ഞാനും നിങ്ങളും ജീവിക്കുന്നത് ദൈവത്തിന്റെ അഗ്നി മയത്തിനകത്താണ്, അഗ്നി മതിലിനകത്താണ്. യേശുവിന്റെ നാമത്തിൽ. എപ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? ഉയരത്തിൽ നിന്ന് ആത്മാവ് നമ്മുടെ മേൽ പ്രാപിക്കുവോളം, പകരുവോളം തന്നെ. അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും. ഉദ്യാനം വനമായി തീരും. മരുഭൂമിയുടെ അനുഭവത്തിൽ നിന്ന് എനിക്കൊന്നും പുറത്തു വരണമെന്ന നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ പരിരക്ഷയ്ക്കകത്ത് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾ അനേകർക്ക് ഒരു ഔഷധമായി മാറണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, ഇന്ന് ഞാൻ ഒരു കാര്യം മാത്രമേ അതിനകത്ത് പറയുന്നുള്ളൂ. ആ ഡിസിഷൻ നിങ്ങളുടെ പക്കലാണ്. കാരണം ഉയരത്തിൽ നിന്ന് ആത്മാവ് പകരുവോളം തന്നെ എന്ന് പറയുമ്പോൾ പകരാൻ ദൈവം തയ്യാറാ. പ്രാപിക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്നുള്ളത് അവിടുത്തെ വിഷയം. പകരുവോളം തന്നെ. ചുരുക്കി പറഞ്ഞാൽ അവർക്ക് മനസ്സലിയുവോളം തന്നെ എന്നല്ല, അവർക്ക് തോന്നിയാൽ തന്നെ എന്നല്ല, അവർ ഔദാര്യം കാണിച്ചാൽ തന്നെ എന്നല്ല, ദൈവം പകരുവോളം തന്നെ. ഇന്ന് ഈ മീറ്റിങ്ങിൽ നിങ്ങൾ ഏത് രാജ്യത്തിലിരുന്നാണോ കാണുന്നത്, നിങ്ങളുടെ വിഷയമല്ല ഇവിടുത്തെ വിഷയം. നിങ്ങളുടെ വിഷയത്തിന്റെ മുകളിൽ നിൽക്കേണ്ട പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്ത വിഷയമാണ് ഇവിടുത്തെ വിഷയം. ഞാൻ ഈ സത്യം മനസ്സിലാക്കാൻ ഒത്തിരി വൈകിയ മനുഷ്യനാണ്. ഞാൻ ചിലതൊക്കെ മാനുഷികമായി ചെയ്ത് പരിഹരിക്കാൻ ശ്രമിച്ചൊരു മനുഷ്യനാണ്. എന്നാൽ എൻ്റെ ദൈവം ഈ സത്യം എനിക്ക് ബോധ്യപ്പെടുത്തി തന്നപ്പോൾ, എന്തുകൊണ്ടാണ് അടിക്കടി ഇതിനകത്ത് പല സ്പെഷ്യൽ മീറ്റിങ്ങുകൾ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രം വെക്കുന്നത് എന്ന് ചോദിച്ചാൽ, 21, 41 ഗസ്റ്റിനെ ഒന്നും വിളിക്കാതെ എന്തിനാണ് അന്യഭാഷയിൽ മാത്രം പ്രാർത്ഥിക്കാൻ ഇതിനകത്ത് വെക്കുന്നത് എന്ന് ചോദിച്ചാൽ, എൻ്റെ വിഷയം പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്ത വിഷയമാണ്. ഹല്ലേലൂയ. എനിക്ക് ഈ പ്രിയപ്പെട്ട സഭയോടും ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ജനത്തോടും ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഈ കൂട്ടായ്മയോടും പറയാൻ ഇത്രയേ ഉള്ളൂ.
നമുക്ക് ജയിക്കണമെങ്കിൽ മരുഭൂമി ഉദ്യാനമാക്കി മാറ്റാൻ പറ്റുന്ന ഒരാത്മാവെന്ന വാഗ്ദത്ത വിഷയമുണ്ട്. മരുഭൂമി ഉദ്യാനമാക്കി മാറ്റാൻ പറ്റുന്ന, ഉദ്യാനം വനമാക്കി മാറ്റാൻ പറ്റുന്ന. ഞാൻ ഒരു ദൂതൂടെ പറയാം, ദൈവം നിന്റെ സ്ട്രക്ചർ മാറ്റാൻ തുടങ്ങിയാൽ പിന്നെ നിനക്കൊരിക്കലും റിവേഴ്സിൽ മരുഭൂമിയുടെ അനുഭവത്തിൽ പോകേണ്ടി വരത്തില്ല. നീ ജോലിക്ക് വേണ്ടി പോയിട്ട് തിരിച്ച് വീണ്ടും ജോലി കിട്ടാതെ നാട്ടിൽ വന്ന് കാണും. നീ പല നന്മകളും ലഭിക്കൂ എന്ന് പറഞ്ഞു പോയിട്ട് ഒന്നുമില്ലാതെ കയ്യിലുള്ളതും നഷ്ടപ്പെട്ട് തിരിച്ചു വന്ന് കാണും. പക്ഷേ അതൊക്കെ ഉയരത്തിൽ നിന്ന് ആത്മാവിനെ പകരുവോളം തന്നെ. ഉയരത്തിൽ നിന്ന് ആ പരാജയമൊക്കെ, ആ തിരിച്ചുവരവൊക്കെ, ആ മടങ്ങിപ്പോക്കൊക്കെ, ആ നഷ്ടപ്പെടലൊക്കെ, ആ നിന്നയൊക്കെ, പരിഹാസമൊക്കെ ഉയരത്തിൽ നിന്ന് ആത്മാവ് പകരുവോളം തന്നെ. ഉയരത്തിൽ നിന്ന് ആത്മാവ് പകരുവോളം തന്നെ. എത്ര ദൈവമക്കൾക്ക് വിശ്വാസമുണ്ട്? അതെ, എൻ്റെ ജീവിതത്തിൽ എവിടെയോ ഈ വാഗ്ദത്ത വിഷയത്തെക്കാൾ വലിയൊരു വിഷയമായി ഞാൻ എല്ലാത്തിനെയും കാണുന്നത് കൊണ്ടാണ് എന്നെ ഇങ്ങനെ ഇട്ട് വട്ടം കറക്കുന്നതിന് എത്ര പേർക്ക് തിരിച്ചറിയാം. ഞാൻ വീണ്ടും പറയുന്നു, ഉയരത്തിൽ നിന്നൊരു ശക്തി പകർന്ന് ജീവിക്കുന്ന പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ, കുഞ്ഞെ, ഞാൻ എഴുതി ഒപ്പിട്ട് തരാം തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഉദ്യാനത്തിൽ നിന്ന് നീ മരുഭൂമിയിലേക്ക് പോകേണ്ടി വരത്തില്ല. വനത്തിൽ നിന്ന് നീ ഉദ്യാനത്തിലേക്ക് തിരിഞ്ഞു വരേണ്ടി വരത്തില്ല. നിന്റെ മരുഭൂമി മാറ്റാൻ ആ ഉദ്യാനമാക്കിയേ. ഉദ്യാനത്തിൻ്റെ പിരീഡ് കഴിഞ്ഞോണ്ടാ വനമെന്ന ഒരു അനുഭവത്തിലേക്ക് നിന്നെ മാറ്റിയത്. വനത്തിനകത്ത് വിലയുള്ളവൻ കിടന്നാലും അവനെ നാട്ടിൽ കൊണ്ടുവന്ന് അഭിഷേകം ചെയ്യണമെങ്കിലും തമ്പുരാൻ അത് ചെയ്ത ചരിത്രമേ തിരുവെഴുത്ത് പറയുന്നുള്ളൂ. ദൈവം തെരഞ്ഞെടുത്ത മനുഷ്യനെയൊക്കെ കാട്ടിൽ നിന്നാ പിടിച്ചേ. കാട്ടിൽ നിന്ന് ദാവീദ് എന്ന് പറയുന്ന മനുഷ്യനെ നാട്ടിൽ കൊണ്ടുവന്ന് ശക്തി വെളിപ്പെടുത്തണമെങ്കിൽ ദൈവം തിരഞ്ഞെടുത്തേക്കുന്ന ചിലതിനെയൊക്കെ കാടിനകത്ത് ദൈവം ഒളിപ്പിച്ചു വെച്ചിരിക്കും യേശുവിൻ്റെ നാമത്തിൽ. അവനെ ചിലപ്പോൾ കൂട്ടത്തിൽ കാണുകയില്ല, അവനെ നാട്ടുകാരെ കൂട്ടത്തിൽ കാണുകയില്ല, അവനെ കവലെ കാണുകയില്ല, അവനെ പരിഹാസം പറയുന്നിടത്ത് കാണുകയില്ല, അവനെ സിനിമാ തിയേറ്ററിൽ കാണുകയില്ല. അവൻ ചിലപ്പോൾ കാടിനകത്തിരുന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷെ സമയമാകുമ്പോൾ ആളെ അയച്ച് ദൈവം അവനെ നാട്ടിൽ കൊണ്ടുവന്ന് അഭിഷേകം ചെയ്ത് രാജാവിൻ്റെ സിംഹാസനത്തിൽ ഇരുത്തിയ ചരിത്രമാണ് ദൈവം പറഞ്ഞിട്ടുള്ളത് തിരുവെഴുത്തിനകത്ത്. ആമേൻ. അതുകൊണ്ട് വനമെന്ന് കേൾക്കുമ്പോൾ, കാടെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങൾ തെറ്റായി ചിന്തിക്കണ്ട. പല വിലപിടിപ്പുള്ളതും ഇന്നും കാട്ടിനകത്ത് പോയാലേ കിട്ടത്തുള്ളൂ. ഹല്ലേലൂയ. ഒന്ന് തള്ളിക്കയറാൻ പറ്റുമോ ഈ കാടിനകത്ത്? ഒന്ന് ഈ ആത്മസാന്നിധ്യമുള്ള, അനേക പച്ചിലകളുള്ള, ഔഷധ ഗുണമുള്ള, വിലപിടിപ്പുള്ള, മണമുള്ള വൃക്ഷങ്ങൾ പാർക്കുന്ന ഈ ആത്മാവിൻ്റെ കാടിനകത്തേക്ക് ഒന്ന് തള്ളിക്കയറാൻ പറ്റുമോ? ഇവിടെ കടിച്ചു കീറുന്ന സിംഹമില്ല, ഇവിടെ സിംഹവും ആരാധിക്കും. ഈ ആത്മാവിൻ്റെ കാടിനകത്തേക്ക് ഒന്ന് കയറിക്കഴിഞ്ഞുണ്ടല്ലോ, സിംഹവും ആരാധിക്കും, പുലി ആരാധിക്കും, കടുവ ആരാധിക്കും. ആമേൻ, ആമേൻ. അങ്ങനെയുള്ള കടുവയുടെ സ്വഭാവവും സിംഹത്തിൻ്റെ സ്വഭാവവും എല്ലാം എല്ലാവരും ആരാധിക്കുന്ന ഒറ്റ ഒരു സ്ഥലമേ ഉള്ളൂ, അതാ ദൈവത്തിൻ്റെ സഭ. ഹല്ലേലൂയ. അതേന്നെ, ഈ സഭയ്ക്കകത്ത് കയറിയ സിംഹത്തിൻ്റെ സ്വഭാവമുള്ളവർ കാണും, കടുവയുടെ സ്വഭാവമുള്ളവർ കാണും, കരടിയുടെ സ്വഭാവമുള്ളവർ കാണും. പക്ഷേ ഈ കാടിനകത്തേക്ക് ഒന്ന് കയറിക്കഴിഞ്ഞാൽ, ഈ കാടിനകത്തേക്ക്, തിരുവെഴുത്ത് പറയുന്ന വനത്തിനകത്തേക്ക് ഒന്ന് കയറിക്കഴിഞ്ഞാൽ ഈ സിംഹത്തിൻ്റെ സ്വഭാവവും കരടിയുടെ സ്വഭാവവും കടുവയുടെ സ്വഭാവവും പുലിയുടെ സ്വഭാവവും ഒക്കെ ഉള്ളതിരുന്ന് ആരാധിക്കുന്നത് കാണാം. എപ്പോഴാ അത്? അടുത്ത ന്യൂ ഇയർ സർവീസിനല്ല, ഉയരത്തിൽ നിന്ന് ആത്മാവ് പകരുവോളം തന്നെ. ഉയരത്തിൽ നിന്ന് ആത്മാവ് പകരുവോളം തന്നെ. പ്രിയപ്പെട്ട സുഹൃത്തെ, ജീവിതത്തിന് ഇനിയൊരു മാറ്റമില്ലേ എന്ന് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടി ഞാൻ ദൈവാത്മ നിറവോടെ പറയുന്നു, ഉണ്ട്. എപ്പോഴാ പാസ്റ്ററെ? ഇനി 2 വർഷം കൂടെ കഴിഞ്ഞിട്ട് അടുത്ത ന്യൂ ഇയർ സർവീസിനാണോ? അല്ല, ഉയരത്തിൽ നിന്ന് ആത്മാവ് എന്ന വാഗ്ദത്ത വിഷയം നീ പ്രാപിക്കുവോളം തന്നെ, നീ പ്രാപിക്കുവോളം തന്നെ, നീ പ്രാപിക്കുവോളം തന്നെ. നിനക്ക് ആത്മാവില്ലെന്നല്ല, നിങ്ങൾക്ക് ആത്മാവില്ലെന്നല്ല, അഭിഷേകം ഇല്ലെന്നല്ല. പക്ഷേ ഈ ആത്മാവിൻ്റെ പ്രത്യേകത, ഈ പകർച്ചയുടെ പ്രത്യേകത, ഇത് പകർന്നാൽ മരുഭൂമിയായിട്ടല്ല, അല്ലെങ്കിൽ മരുഭൂമിയിൽ വീണ ഒരല്പം മഴത്തുള്ളികളായിട്ടല്ല, മരുഭൂമിയെ മാറ്റി ഉദ്യാനമാക്കി തീർക്കുന്ന, ഉദ്യാനത്തിൻ്റെ മേൽ വീണാൽ ഉദ്യാനം മാറി വനമായി മാറുന്ന ഒരു ട്രാൻസ്ഫിഗറേഷൻ പവറാണ് ഈ പവർ. നിന്റെ രൂപം മാറുമെന്നാണ് ഞാൻ പറഞ്ഞത്.
നിന്റെ പൊസിഷൻ മാറുമെന്നാണ് ഞാൻ പറഞ്ഞത്, ലൈഫ് സ്റ്റൈൽ മാറുമെന്നാണ് ഞാൻ പറഞ്ഞത്, പ്രയർ ലെവൽ മാറുമെന്നാണ് ഞാൻ പറഞ്ഞത്, ആത്മാവ് മാറുമെന്നാണ് ഞാൻ പറഞ്ഞത്. യേശുവിന്റെ നാമത്തിൽ അത് വിശ്വസിക്കുന്നുവെങ്കിൽ വിശ്വസിക്കുന്നവന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി ഇതിനകത്ത് വ്യാപരിക്കട്ടെ. In the name of Jesus, ആ ദൈവശക്തി ഇന്ന് ഇതിനകത്ത് വ്യാപരിക്കട്ടെ. ഓരോ ദൈവ മനുഷ്യനെയും മരുഭൂമിയുടെ അവസ്ഥകളെ തീർക്കുന്ന, മരുഭൂമിയുടെ അവസ്ഥകളെ നീക്കുന്ന, ഉദ്യാനത്തെ മാറ്റി വനത്തിന്റെ അനുഭവത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു മെഗാ പവർ ഇപ്പോൾ ഇതിനകത്ത് വ്യാപരിക്കട്ടെ. In the name of Jesus, ദൈവശക്തി ഇതിനകത്ത് ഞാൻ റിലീസ് ചെയ്യുകയാണ്. ദൈവശക്തി ഇതിനകത്ത് റിലീസ് ചെയ്യുകയാണ്. മഹത്വത്തിന്റെ ശക്തി ഇതിനകത്ത് ഞാൻ റിലീസ് ചെയ്യുകയാണ്. വിശ്വസിക്കുന്ന ഓരോ ദൈവ മനുഷ്യനെയും തൊടട്ടെ. എല്ലാ മരുഭൂമിയുടെ അവസ്ഥകൾ നീങ്ങട്ടെ, എല്ലാ നിന്ദയുടെ അവസ്ഥകൾ നീങ്ങട്ടെ, എല്ലാ ഭാരവും നീങ്ങട്ടെ. Thank you Jesus, in the name of Jesus. പിതാവേ, ഞാൻ ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. മഹത്വത്തിന്റെ സാന്നിധ്യവും ശക്തിയും വാഗ്ദത്ത വിഷയമെന്ന ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളുടെ മേൽ അളവില്ലാതെ പകർന്ന ദൈവത്തിന്റെ ആത്മാവേ, ഞാൻ ഈ ജനത്തെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ വിഷയങ്ങളല്ല, അങ്ങയുടെ ആത്മാവെന്ന വിഷയമാണ് വലുത്. ആ ആത്മാവെന്ന വാഗ്ദത്ത വിഷയത്തിലേക്ക് ദൈവമേ ഈ കൂട്ടായ്മയെയും ഈ പ്ലാറ്റ്ഫോമുകളെയും ഈ സകല ജനത്തെയും ഞാൻ സമർപ്പിച്ച് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ദൈവം ആഗ്രഹിക്കുന്ന അളവോളം വളർത്തണമേ, ഞങ്ങൾ ഉപയോഗിക്കണമേ. ഇന്നിവർ ഓരോരുത്തരും ഏതെല്ലാം വിഷയങ്ങൾക്കകത്ത്, പ്രാർത്ഥനകൾക്കകത്ത്, അത് അപേക്ഷകളായി, അത് യാചനകളായി, അത് സങ്കടത്തോടെ കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ ഇവർ പ്രാർത്ഥിച്ച് സമർപ്പിച്ചിരിക്കുന്ന ഏതൊരു വിഷയത്തെയും ഹോവേ ഉയരത്തിൽ നിന്ന് ആ ആത്മാവിനെ പകർന്ന് മറുപടി അയക്കണമേ. ഉയരത്തിൽ നിന്ന് ആ ഉദയം ഞങ്ങളെ സന്ദർശിക്കണമേ. എല്ലാ ഇരുട്ടും നീങ്ങട്ടെ, ഇവരുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ ഇരുട്ടും നീങ്ങട്ടെ, എല്ലാ നിന്ദയും നീങ്ങട്ടെ, എല്ലാ ദുഃഖവും നീങ്ങട്ടെ, എല്ലാ നിരാശയും നീങ്ങട്ടെ, എല്ലാ കടബാധ്യതകളും നീങ്ങട്ടെ, എല്ലാ തകർച്ചകളും ഇവരെ വിട്ടുമാറട്ടെ. ഇവർ ഇന്നു മുതലൊരു പുതിയ ബലത്തിലും പുതിയ അഭിഷേകത്തിലും പുതിയ വിശ്വാസത്തിലും ഇവർ ജീവിക്കുമാറാകട്ടെ. ഇവർ എവിടെയിരിക്കുന്നോ, ഏത് രാജ്യത്തിൽ, ഏത് പട്ടണത്തിൽ, ഏത് പഞ്ചായത്തിൽ, കർത്താവ് ഏത് ദിക്കിൽ, ഏത് ഭവനത്തിൽ, ഏത് മുറിയിൽ, ഏത് കോണിൽ ഇവരെവിടെ ഇരിക്കുന്നു, ഞാൻ അവിടേക്ക് ആ ദൈവശക്തിയെ റിലീസ് ചെയ്യാണ്. ആ ശക്തി അവരെ തൊട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ നമുക്ക് ചേർന്ന് പറയാം, ആമേൻ, ആമേൻ, ആമേൻ. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദിവസവും രാവിലെ 6:30 മണിക്ക് ഞങ്ങളുടെ ഈ മോർണിംഗ് മെസ്സേജ് യൂട്യൂബിൽ നിങ്ങൾക്ക് ലഭിക്കും. എല്ലാ ദിവസവും നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് അതിൻ്റെ ലിങ്കുകൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. ഒപ്പം എല്ലാ ദിവസവും തന്നെ വൈകുന്നേരം 6:30 മണിക്ക് നമുക്ക് യൂട്യൂബിലും സൂമിലും നമുക്ക് ഓൺലൈൻ മീറ്റിംഗ് നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് 2 മീറ്റിങ്ങിൻ്റെ ലിങ്കുകൾ വാട്സാപ്പിൽ നിങ്ങൾ മെസ്സേജ് ഇട്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടവർ മാത്രം കൈകൾ ഉയർത്തിയോ ദൈവത്തെ മഹത്വപ്പെടുത്തിയേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ആമേൻ, ആമേൻ, ആമേൻ.